ഇന്നലെ കണ്ട അദ്ദേഹമാണോ സർ? അതെ മാഡം, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. മാഡം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പേ ആണ്. അതുകൊണ്ട് മാഡം സാറിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാർ ആളെങ്ങനെയാണ്? സാർ നല്ല ദേഷ്യക്കാരനാണ്. കാര്യങ്ങൾ സമയത്തിന് നടന്നില്ലെങ്കിൽ സാർ ഇവിടെ താണ്ഡവമാടും, അഗ്നി താണ്ഡവം. അനശ്വരത് പറയുമ്പോൾ അനശ്വരയുടെ മുഖത്തെ ഭയം ജ്വാല നേരിൽ കണ്ടു. കുട്ടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കിങ്ങനെ ഇത്രയും വലിയ സ്പേസ് ഇവിടെ വേണമെന്നില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ പുറത്തെ ജോലി വർക്ക് ചെയ്തോളാം. സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ. അയ്യോ സോറി മാഡം, അത് പറ്റില്ല. ഇതെല്ലാം സാറിൻ്റെ തീരുമാനങ്ങളാണ്. ഇതിനും അപ്പുറം ഒരു തീരുമാനം എടുക്കാൻ ഈ കമ്പനിയിലാവില്ല. എന്തിന്, അദ്ദേഹത്തിൻ്റെ അച്ഛന് പോലും ഇവിടെ അതിന് അധികാരമില്ല. എനിക്ക് താൻ പറയുന്നത് കേട്ടിടത്തോളം ഭയം തോന്നുന്നുണ്ട്. തുടക്കമൊക്കെ ഇങ്ങനെ തന്നെയാണ്, പിന്നെ അത് ശീലമായിക്കോളും. അനശ്വര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മാഡം, ഞാൻ പോട്ടെ. മാഡം അവിടെ ഇരുന്നോളൂ. സാറ് വന്നിട്ട് വർക്ക് എന്താണെന്ന് പറഞ്ഞോളൂ. കറക്റ്റ് 9 മണിക്ക് സാർ ഇവിടെ എത്തും. ഇതേ സമയം മറ്റൊരിടത്ത്. സാർ എന്തൊക്കെയാണ് പറയുന്നത്? പി എ ആയി ഞാൻ ഒരു പണിയുമില്ലാതെ സാറിൻ്റെ വീട്ടിലെങ്ങനെ? രവീന്ദ്രൻ, താൻ ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു പണിയുമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ ഷെഡ്യൂൾസും നീ തന്നെയാണ് എന്നെ അറിയിക്കേണ്ടത്. ജ്വാല, അവൾക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇങ്ങനെയൊരു പോസ്റ്റിലേക്ക് നിയമിച്ചത്. അവൾക്ക് അവളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തണമെങ്കിൽ അതിന് പണം കൂടിയേ തീരൂ. അതുകൊണ്ട് വെറുതെയാണെങ്കിലും അവൾ അവിടെ എൻ്റെ പി ആയി തന്നെ ഇരിക്കട്ടെ. സാറ് പറയുന്നത് ഞാനിനി ഓഫീസിലേക്ക് വരണ്ട എന്ന് തന്നെയാണോ? അതെ, തന്നെ കണ്ട അവൾക്ക് മനസ്സിലാവും ഞാൻ അവളെ വിവാഹം കഴിച്ച ആളാണെന്ന്. അതുകൊണ്ട് താൻ ഇവിടെ ഇരുന്നാൽ മതി. രവീന്ദ്രനെ മറുത്തൊന്നും പറയാൻ ആകുന്നുണ്ടായിരുന്നില്ല. രവീന്ദ്രൻ തലയാട്ടി അതിനെല്ലാം സമ്മതം മൂളി. സാർ ഇന്നലെ ജ്വാല മേഡത്തെ ഒരുപാട് ഭയപ്പെടുന്ന രീതിയിൽ ആണ് സംസാരിച്ചത് എന്ന് ഓഫീസിൽ ഒരു പരക്കെ സംസാരമുണ്ട്. എനിക്ക് അവളുടെ വെപ്രാളം കണ്ട് സത്യത്തിൽ ചിരി തന്നെയാണ് വന്നത്. എങ്ങനെ ഞാൻ അവളോട് ചിരിക്കാതെ സംസാരിക്കും? നല്ല പോലെ സംസാരിച്ചാൽ അവൾക്ക് ആ നിമിഷം മനസ്സിലാവും ഞാനാണ് ആ വ്യക്തിയെന്ന്. എന്തിനാ വെറുതെ? അഗ്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ തോളിൽ തട്ടി ഓഫീസിൽ നിന്നിറങ്ങി. ഷാരൂൺ സാറ് വരുന്നുണ്ട്. അലസമായി പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് നോക്കി ആരതി ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് അവിടെ നിശബ്ദമായിരുന്നു. ആ നിശബ്ദത അകത്തെ അഗ്നിയുടെ റൂമിലിരിക്കുന്ന ജ്വാല വരെ മനസ്സിലാക്കി. എന്തു പറ്റി? പെട്ടെന്നൊരു ശാന്തത. അവൾ പതിയെ പുറത്തേക്ക് തലയിട്ട് നോക്കി. 6 അടി ഉയരമുള്ള വലിയൊരു മനുഷ്യൻ അവളുടെ ഓഫീസിലേക്ക് നേരെ വരുന്നത് അവൾ കണ്ടു. അയ്യോ സർ, ഫസ്റ്റ് ഡേ തന്നെ കുളമാക്കി കയ്യിൽ തരല്ലേ എൻ്റെ ദൈവമേ. അവൾ പെട്ടെന്ന് ചെന്ന് അവളുടെ സീറ്റിലേക്ക് ഇരുന്നു. അഗ്നിയെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അവനും തിരിച്ചു വിഷ് ചെയ്തു. പെട്ടെന്ന് അവളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവൻ്റെ നോട്ടം വന്യതായിരുന്നു. ഒരു വേള അവളും സ്തംഭിച്ചു നിന്നുപോയി. ഈശ്വര, ഇനി ഈ വേഷത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ പെട്ടെന്ന് സാരി ഒന്ന് ശരിയാക്കി. അത് കണ്ടതും അഗ്നി പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റി. സീറ്റിലേക്ക് ഇരിക്കുന്ന അഗ്നി അവളോടായി ചോദിച്ചു, തൻ്റെ പേരെന്തായിരുന്നു? ജ്വാല. നേരിയ ഭയത്തോടെ അവൾ പറഞ്ഞു. ഓക്കെ ജ്വാല, താൻ ഈ ഫയൽസ് എല്ലാം 1/2 മണിക്കൂറിനുള്ളിൽ എനിക്കതിൻ്റെ അപ്ഡേഷൻ തരണം. അവന് മുന്നിലിരിക്കുന്ന ഫയലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ സാർ. അവളും ഭവ്യതയോടെ അവന് മറുപടി നൽകി. അവന് മുന്നിലിരിക്കുന്ന ഫയൽ കയ്യിലെടുക്കുമ്പോൾ അവളുടെ കയ്യിലെ വിറയൽ നല്ല വ്യക്തമായി അഗ്നി കാണുകയും ചെയ്തു. അവനിൽ ഒരു നേരിയ ചിരി വന്നെങ്കിലും അവനത് അവൾ കാണാത്ത രീതിയിൽ മറച്ചു പിടിച്ചു. അന്ന് ഉച്ചവരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ അഗ്നിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു കൊടുത്തു. അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ജോലിയൊന്നും ജ്വാലയ്ക്കുണ്ടായിരുന്നില്ല. ഒരു ഉറക്കച്ചടവ്. അവൾ ഇടയ്ക്കിടെ കോട്ടുവായിടുന്നത് കണ്ട് അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? അവൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇല്ല സർ. ഉണ്ടെങ്കിൽ ആ സോഫയിലേക്ക് കിടന്നുള്ളൂ. ഇനി ഇവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. വേണ്ട സർ. ശരി, ഇനി താനൊരു കോട്ടുവായ കൂടി ഇടുന്നത് കണ്ട ദേ ഞാൻ തന്നെ തൂക്കി വെളിയിലിടും. മര്യാദയ്ക്ക് പോയി സോഫയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ. ഉള്ളിൽ ഒരുപാട് സന്തോഷിച്ച് പുറത്ത് സങ്കടം കാണിച്ചുകൊണ്ട് ജ്വാല സോഫയ്ക്കരികിലേക്ക് നടന്നു. കിടന്നതേ ഓർമ്മയുള്ളൂ. അല്പനേരം കൊണ്ട് തന്നെ അവൾ മയങ്ങിയിരുന്നു. അഗ്നി അവൻ്റെതായ ചില ഫയലുകളും മെയിൽസും നോക്കുന്ന തിരക്കിലായിരുന്നു. പാവം, ആ പെൺകുട്ടിയെ അഗ്നിസ ഇപ്പോൾ ഇഷ എന്ന് വിളിക്കുന്നുണ്ടാവും. ഷാരോൺ പറഞ്ഞു. കണ്ടാ പാവം ഒരു കുട്ടിയെ അല്ലേടാ? വിനയ് ഷാരോണിനോട് ചോദിച്ചു. ശരിയാ, കണ്ടാലൊരു പാവം കൊച്ച്. തനി നാട്ടുപുറത്തുകാരി സ്റ്റൈല്.
അഗ്നി സാറിനെ ആ കൊച്ചിനെ നമ്മുടെ കൂടെ ഇരുത്താമായിരുന്നു. ഇതിപ്പോൾ അതിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പേടിപ്പിച്ച് കൊല്ലുന്നുണ്ടാവും. ഇവിടെയാണെങ്കിൽ നമുക്ക് കൂട്ടിന് പെൺകുട്ടികളുണ്ടാവുമായിരുന്നു. ശരിയാ, ആദ്യ ദിവസം തന്നെ അതിനിങ്ങനെ ഇട്ട് കൊല്ലിക്കാൻ വേണ്ടി സ്റ്റാഫുകൾ അടക്കം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞതും ജ്വാല കണ്ണുകൾ തുറന്നു. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്തൊരു ഉറക്കമാണോടോ ഇത്? അത് സർ, ഉച്ചയ്ക്ക് ഒരു മഴക്കമുണ്ട്, ശീലായി. ഇപ്പോൾ മാറ്റാൻ പറ്റണില്ല. നാളെ മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അഗ്നി ഒന്ന് മൂളി. എഴുന്നേറ്റ് അവൾ അവളുടെ സീറ്റിലേക്ക് നടന്നതും അഗ്നി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലായ്മ തോന്നി. ഇങ്ങേരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൾക്ക് ആ നോട്ടം അരോചകമായി തോന്നി. സർ പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ നോക്കരുത്, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എങ്ങനെ നോക്കണം? സമയം എത്രയായെന്ന് വല്ല ചിന്തയുണ്ടോ തനിക്ക്? ഇനിയും താൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവുകയാണോ? അവൾ മനസ്സിലാവാതെ തന്നെ അവനെ നോക്കി. സർ. ജ്വല, ഓഫീസ് ടൈം കഴിഞ്ഞു, 5:30 ഈശ്വരാ, അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഉറങ്ങിയോ? അവൾ വിശ്വാസം വരാതെ ക്ലോക്കിലേക്ക് നോക്കി. താനൊന്ന് ഉറങ്ങുവാണെങ്കിൽ ഓഫീസ് ക്ലോസ് ചെയ്ത് എനിക്ക് പോവായിരുന്നു. തീർച്ചയായും സോറി സർ, അവൾ എന്തൊക്കെയോ മനസ്സിലോർത്തുകൊണ്ട് പുറത്തേക്ക് പറയാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ജ്വാല ശ്രദ്ധിച്ചത്. നല്ല മഴയുണ്ട്. ഓഫീസിലെ എല്ലാ ജീവനക്കാരും പോയിരിക്കുന്നു. ഓട്ടോയ്ക്ക് പോകാൻ കയ്യിലാണെങ്കിൽ പൈസയുമില്ല. ബസ് സ്റ്റോപ്പ് വരെ പോകണമെങ്കിൽ നടക്കണം. ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കുടയൊന്നും അവൾ കയ്യിൽ കരുതിയിട്ടുമില്ല. ഓഫീസിലെ ഫ്രണ്ടിലെത്തിയ അഗ്നിയെ കണ്ടു അവിടെ നിൽക്കുന്ന ജ്വാലയും. എന്താടോ, പോകുന്നില്ലേ? സർ, അത് പിന്നെ ഞാൻ കൊടയൊന്നും എടുത്തിട്ടില്ല. ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകേണ്ടി വരും. മഴ മാറുന്നത് വരെ ഇവിടെ നിൽക്കാമെന്ന് കരുതി. അതൊന്നും വേണ്ട, താൻ എൻ്റെ കൂടെ കാറിൽ വാ. അധികാരത്തോടെ അഗ്നി പറയുന്നത് കേട്ട് അവൾ അവനെ തന്നെ നോക്കി. തന്നോട് വരാനല്ലേ പറഞ്ഞത്? സർ, അത് പിന്നെ ഈ മഴയൊന്നും ഇപ്പോൾ ഒന്നും കുറയൊന്നും തോന്നുന്നില്ല. താൻ വരാൻ നോക്ക്. അതും പറഞ്ഞവൻ മുന്നോട്ട് നടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവിടെ സ്തംഭിച്ചു നിൽക്കുന്നവളെ. താനിങ്ങ് വരുന്നുണ്ടോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ അരികിലേക്ക് ഓടിയെടുത്തു. വാ, അവിടെയാണ് കാറ്. അതും പറഞ്ഞവൻ അവളെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറിയതും അവൾ പിൻ ഡോർ തുറന്നു. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ താൻ ആ ഡിക്കിയിൽ കയറിയിരിക്കെ, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. സോറി സർ, മനസ്സിലായില്ല. വന്ന് ഫ്രണ്ടിലിരിക്കെ. സർ, അത് വേണ്ട, ഞാൻ പിറകിലിരുന്നോളാം. അവൻ്റെ നോട്ടം ക്രൂരമായി മാറുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലേക്കിരുന്നു. ഇങ്ങനെ എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? അവൾ മനസ്സിലോർത്തു. ഈശ്വര, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ പോകുന്നതെങ്ങാനും ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? പാവം, എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു തന്നു. ഞാനിങ്ങനെ മറ്റൊരുത്തൻ്റെ കൂടെ കാറിൽ. ഈശ്വര, ആരും കാണല്ലേ. അവൾ കണ്ണുകൾ മുറുക്കി അടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പെരുമഴ കാരണം കാർ വിൻഡോസ് എല്ലാം ക്ലോസ് ആക്കിയിരിക്കുകയായിരുന്നു. സാരി തലപ്പ് കൊണ്ട് മുഖംമൂടി അവളെ കണ്ടതും അവൻ ഉള്ളിലൊന്ന് ചിരിച്ചു. ഇത്രയ്ക്ക് വായിക്കാൻ മാത്രം ഇതിലെന്തിരിക്കുന്നു എൻ്റെ ഭാര്യയെ എന്ന ചോദ്യമായിരുന്നു അവനിൽ. അവൻ പോകുന്ന വഴികൾ കണ്ട് അവൾക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം അവൾ ഇതുവരെ എങ്ങോട്ട് പോകണം എന്ന് അവനോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ പോകുന്നത് നേരെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കിയാണ് അവൾക്ക് തോന്നിയത്. സർ, ഇങ്ങോട്ട് ഈ കാറ് കൊണ്ടുപോകുന്നത്? അവിടുന്ന് ചോദിച്ചതും അവനൊന്ന് അമ്പരുന്നു. എന്തു പറ്റി ജ്വാല? അല്ല സർ, സാറിന് എൻ്റെ ഫ്ലാറ്റ് അറിയോ? അത് പിന്നെ ഇല്ല. എന്തേ? പിന്നെ സാർ എങ്ങനെ ശരിയായി ഫ്ലാറ്റിലേക്ക് പോകുന്നു? അല്ല സർ, സാറിന് എൻ്റെ ഫ്ലാറ്റ് എവിടെയാണെന്ന് അറിയുമോ? ഇല്ലല്ലോ, എന്താ ചോദിക്കാൻ? പിന്നെ എങ്ങനെയാണ് സാർ ശരിയായി ഫ്ലാറ്റ് റോഡിലേക്ക് പോകുന്നത്? എനിക്ക് തൻ്റെ ഫ്ലാറ്റ് എവിടെയാണെന്നൊന്നും അറിയില്ല. ഈ വഴി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. താൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തൻ്റെ ഫ്ലാറ്റ് ഈ വിഭാഗത്താണെന്ന് മനസ്സിലായത്. അധികം വൈകാതെ തന്നെ അഗ്നി അവളെ ഫ്ലാറ്റിന് മുന്നിലിറക്കി. നാളെ താൻ 7 മണിയോടുകൂടി തന്നെ ഓഫീസിലെത്താൻ ശ്രമിക്കണം. പോകാൻ നേരം അഗ്നി പറഞ്ഞു. സർ, 7 മണിക്ക് ഓഫീസ് ക്ലോസ് ആയിരിക്കില്ലേ? ആയിരിക്കും. നമുക്ക് ഓഫീസിലേക്കെല്ലാം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനാണ് പോകേണ്ടത്. സാർ, ഇത്ര പെട്ടെന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാറിൻ്റെ കൂടെ വരികയെന്നൊക്കെ പറയുമ്പോൾ താൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനില്ലേ കൂടെ? അതല്ല സാർ, ഒറ്റ ദിവസം കൊണ്ടൊരു മീറ്റിങ്ങിനുള്ള പ്രിപ്പറേഷനൊന്നും എനിക്കായിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ശീലമാകുന്നത്. ആരും എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞല്ല ഓഫീസ് ജോബിന് കയറുന്നത്. അങ്ങനെയല്ല സാർ,
ഇതിനു മേലെ തനിക്കൊരു സംസാരമുണ്ടെങ്കിൽ താൻ ഇന്നത്തേതോടെ ജോലിക്ക് വരവ് നിർത്തിയേരെ. പെട്ടെന്ന് അവനത് പറഞ്ഞതും അവൾ അമ്പലപ്പുഴ കൂടി അവനൊന്ന് നോക്കിയും കൂടിയില്ല. എനിക്ക് പ്രശ്നമില്ല സർ, ഞാൻ വന്നേക്കാം. പതർച്ചയോടെ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയവൾ മനസ്സിൽ അവനെ ചീത്ത പറയുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അങ്ങ് ബഹിരാകാശത്ത് എത്തി നിൽക്കുകയാണെന്നാണോ ഞാനൊരു വിചാരം? എൻ്റെ പൊന്നു മനുഷ്യ, ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ? ഇതിപ്പോൾ ഒറ്റ ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിങ്ങിന് പോകുന്നത്? എൻ്റെ ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റൂമിലെത്തിയ ജാല അവളുടെ ബാഗ് ഊരി വെച്ച് സോഫയിലേക്ക് മലർന്നു കിടന്നു. നിങ്ങളിത് വല്ലതും അറിയണോ? എനിക്ക് ഒരു ജോലി കിട്ടി, അത് പറയാനെങ്കിലും നിങ്ങളെ ഒന്നും കിട്ടുന്നില്ലല്ലോ എൻ്റെ മനുഷ്യ. ആ എങ്കിലും ഇങ്ങോട്ട് അയക്കാൻ വരുന്നില്ലേ? എനിക്ക് എന്തെല്ലാം ഒന്ന് പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? എനിക്കിപ്പോൾ ഇതൊരു തടവറയായി തോന്നുന്നുണ്ട് കേട്ടോ. അവൾ ആരോടെന്നില്ലാതെ CCTV നോക്കി പുലമ്പി. അല്പദിവസമായി ഈ CCTVയുടെ അലക്കം നനച്ചിട്ട് രവീന്ദ്രൻ വന്നിട്ടും അല്പദിവസമായി. എല്ലാം കൊണ്ടും ഒരൊറ്റപ്പെട്ട അന്തരീക്ഷം തന്നെയാണ് ജ്വാലയ്ക്കവിടെ. മറ്റാരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം സഹിച്ച് അവൾ അവിടെ താമസിക്കുന്നു എന്ന് മാത്രം. ഒരിക്കലും തന്നെ വിവാഹം കഴിച്ച വ്യക്തിക്ക് താനൊരു ഭാരമാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് അത്രയും കർക്കശക്കാരനായ ഒരു CEO ആയിട്ടും ആ സ്ഥാപനത്തിലേക്ക് അവൾ ജോലി കയറിയത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൾക്കൊരുവിധം അവിടെ മനസ്സിലാക്കിയിരുന്നു. അവനെ മനസ്സിലാക്കാൻ പറ്റി. അവളോടുള്ള പെരുമാറ്റം കൊണ്ടല്ല, മറ്റുള്ളവർ അവനെ ഭയക്കുന്നത് കൊണ്ടാണെന്ന് അവൾ അവനെ മനസ്സിലാക്കിയത്. ഒന്നവൾ തീരുമാനിച്ചു, എന്തായാലും ഇനി തന്നെ വിവാഹം കഴിച്ച വ്യക്തിക്ക് ഇനി താനൊരു ഭാരമാകില്ലെന്ന്. 1 മാസം കൂടി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നും സാലറി കിട്ടും. ആ സാലറി കൊണ്ട് ഒരു ചെറിയ വീടോ വലിയോ എടുത്ത് വാടകയ്ക്ക് മാറണം. പിന്നീട് ആ വ്യക്തിയെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല. അല്പസമയം സോഫയിൽ മലർന്നു കിടന്നവൾ അറിയാതെ മഴങ്ങിപ്പോയി. പുറത്തു വരുന്ന മഴയും ഹാളിലെ AC-യിൽ നിന്നും നേരത്തെ തണുപ്പും അവളെ മയക്കത്തിലേക്ക് തള്ളിയിട്ടു എന്ന് തന്നെ പറയാം. അവൾ ഉറക്കമുണർന്നപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. എൻ്റെ ഈശ്വര, അപ്പോൾ ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയല്ലേ? പതിയെ എഴുന്നേറ്റിരുന്നവൾ പതിവ് പോലെ തൻ്റെ കണ്ണ് CCTVക്ക് നേരെ നട്ടുവെച്ചു. മുന്നേ ഇരുന്നത് പോലെ തന്നെ യാതൊരു അനുഭവവും ആ CCTVക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും ഇങ്ങനെ എന്തായിരിക്കും ഇനിയൊന്നും മൈൻഡ് പോലും ചെയ്യാത്തത്? അവൾ ഓർത്തുകൊണ്ട് CCTVക്ക് നേരെ തായ്ഭാഗത്തായി നിന്നു. അതെ, എപ്പോഴെങ്കിലും ഈ CCTV ഓണാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു ജോലി കിട്ടി, ഞാനിന്ന് ജോയിൻ ചെയ്തു കേട്ടോ. അവളത് പറഞ്ഞുകൊണ്ട് CCTVയിൽ നോക്കി ഇടുപ്പിന് കൈകുത്തിക്കൊണ്ട് ഒരു ദീർഘവിശ്വാസം വലിച്ചുവിട്ടു. പെട്ടെന്ന് CCTV അവൾക്ക് നേരെ നോക്കി. ഈശ്വരാ! അവൾ ഒരു പകർച്ചയോടെ വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് ജോബ്? അവൻ നേരത്തെ സ്വരത്തിൽ അവളോട് CCTVയിലൂടെ തന്നെ ചോദിച്ചു. ഇന്ന് ആദ്യ ദിവസമല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞത് വെച്ച് ആളിത്തിരി പിശകാണെന്ന് തോന്നുന്നു. അത് കേട്ടതും അഗ്നിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇവൾ എന്നെപ്പറ്റി എന്നോട് തന്നെയാണോ പറയുന്നത്? അങ്ങനെ എന്താണ് ഇവൾക്ക് എന്നെപ്പറ്റി കുറ്റമായി പറയാനുള്ളത്? അവൻ ഉള്ളിലോർത്തുകൊണ്ട് മൈക്ക് ഓൺ ചെയ്ത് അവളോട് ചോദിച്ചു. എന്തുപറ്റി? ആ ഓഫീസിൽ എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ പേടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലാണെന്ന് പറഞ്ഞതും ഓരോരുത്തരുടെയും നോട്ടം കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയായി. എല്ലാവരും എന്നെ സഹതാപത്തോടെയാണ് നോക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കേൾപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും മുട്ടിടിച്ച് നിൽക്കുക. ആഹാ, പിന്നെ എന്തൊക്കെ ഗോസിപ്പാണാവോ കേട്ടത്? പിന്നെയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ തന്നെയാണ് എൻ്റെ ക്യാബിൻ. എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല. ആണോ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്ക്. ഇത്ര ദിവസം എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ അത് പിന്നെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. നിനക്ക് എന്നോട് എന്തും പറയാം, അതിനാരും നിന്നെ ഒന്നും പറയില്ല. അതല്ല, ഞാൻ വിചാരിച്ചു നിങ്ങളെന്നെ മറന്നിട്ടുണ്ടാവുമെന്ന്. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. താലി കെട്ടിയ പെണ്ണിനെ അങ്ങനെ മറക്കാൻ പറ്റുമോടി പെണ്ണെ? അങ്ങനെ മറക്കണമെങ്കിൽ അൽഷിമേഴ്സ് വരണം കൊച്ചേ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നിനക്കിഷ്ടമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. അതിനെനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം. ഇനിയിപ്പോൾ നിനക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. ഞാനൊരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി വരത്തില്ല. അവൻ്റെ വാക്കുകൾ സത്യത്തിൽ അവൾക്ക് കുളിർമഴ തന്നെയായിരുന്നു. എന്താണ്, ഉറക്കമില്ലേ? ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉണ്ടാക്കിയിട്ട് വേണം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ ഓർഡർ ചെയ്തുതരാം. താൻ ഇനി ഈ നേരത്തൊന്നും ഭക്ഷണം ഉണ്ടാകണമെന്നില്ല. അയ്യോ, അതൊന്നും വേണ്ട. ഈ രാത്രി 12 മണിക്ക് ഫുഡ് എവിടെ നിന്ന് കിട്ടാനാ?
രാത്രി 12 മണിയായാലും 1:30 ആയാലും ഫുഡ് ഓർഡർ ചെയ്താൽ അവരെത്തിച്ചോളും. താനിപ്പോൾ ഫ്രഷായി പോയിരുന്നു, അപ്പോഴേക്കും ഫുഡ് അവിടെ എത്തിയിരിക്കും. ആ പിന്നെ തൻ്റെ അച്ഛന് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ പറഞ്ഞാൽ മതി, ഞാൻ അതേപോലെ ചെയ്യാം. ഇല്ല, ഇനി ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ ആ കടമെല്ലാം ഞാൻ എങ്ങനെ വീട്ടു? ഇപ്പോൾ തന്നെ ഈ കടമെല്ലാം എങ്ങനെ വീട്ടെന്ന് വെച്ചാൽ ഞാനിരിക്കുന്നത്. അത് കടമായി ഒന്നും കൂട്ടണ്ട. തൻ്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി അതിൻ്റെ അവകാശമായി കൂട്ടിയാൽ മതി. അതിനെന്ത് പറയണമെന്നറിയാതെ അവൾ തലകുനിച്ചു. തനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലില്ല, ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളോട് എന്ത് പറയാനാ? താമസിക്കാൻ വലിയൊരു വീട്, ഭക്ഷണത്തിന് ഭക്ഷണം എല്ലാം ഉണ്ടല്ലോ. എനിക്കിനി ഒന്നും വേണ്ട. നാളെ രവീന്ദ്രൻ അങ്ങോട്ട് വരും. തനിക്ക് മറ്റെന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ലിസ്റ്റ് കൈ കൊടുത്താൽ മതി, അവൻ വരുമ്പോൾ വാങ്ങിക്കോളും. ഇല്ല കേട്ടോ, സോറി, ഇല്ല. അവൾ എന്ത് വിളിക്കണമെന്നറിയാതെ അല്പം കുഴങ്ങി നിന്നു. വിളിച്ചതല്ലേ, ശീലമായിക്കോട്ടെ. അവനെ കാണുന്നില്ലെങ്കിലും അവൻ്റെ സംസാരം ഒരു നിറഞ്ഞ ചിരിയോടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിൽ ശരി, താൻ പോയി ഫ്രഷ് ആവട്ടെ. ഞാൻ പോയി ഫ്രഷ് ആവട്ടെ, നാളെ നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങാനുള്ളതാ. ശരി, എന്നാൽ തന്നെ തൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. താൻ ഫ്രഷായി വന്ന് വരുമ്പോഴേക്കും റൂമിന് പുറത്ത് ഫുഡ് ഉണ്ടാകും. അവൾ ഊരി വെച്ച ബാഗും എടുത്ത് റൂമിലേക്ക് നടന്നു. ഫ്രഷ് ആവാൻ പറഞ്ഞതുപോലെ തന്നെ റൂമിന് പുറത്തേക്ക് ചെന്ന് അവൾ കണ്ടു ഫുഡ് പാഴ്സലായി റൂമിന് പുറത്തിരിക്കുന്നത്. അതുമായി അവൾ അകത്തേക്ക് കയറി. എല്ലാം അവൾ ഇതുവരെ കാണാത്ത ഐറ്റംസ് ആയിരുന്നു. 3 ഐറ്റംസ് ഉണ്ടായിരുന്നു, എല്ലാം ചൈനീസ് ഐറ്റംസ്. അവൾ അതിൽ നിന്നും എല്ലാം ഒന്ന് അല്പമായി രുചിച്ചു നോക്കി. എല്ലാം ഒന്നിനൊന്നിനെ വെല്ലുന്ന രുചിയായിരുന്നു. മനസ്സും വയറും നിറയുന്ന രുചി. അത് കഴിക്കുമ്പോൾ അവൾ താൻ കാണാത്ത തൻ്റെ ഭർത്താവിനെ ഓർത്ത് മനസ്സിൽ ഒരുപാട് തവണ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുവരെ ആ മുഖം കണ്ടിട്ടില്ലെങ്കിൽ പോലും അവൾ അതിനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ ആ കണ്ണുകൾക്ക് താഴെ വികൃതമാണെങ്കിലോ? അവൾ അറിയാതെ തന്നെ അവളിൽ സംശയം ഉണർന്നു. ഒരപകട സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് വിവാഹം കഴിച്ചവനല്ലേ, വികൃതമായാലും ഞാൻ സ്നേഹിക്കും. അവൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അല്പം ആഹാരം ബാക്കിയുണ്ടായിരുന്നു. അവളത് സുരക്ഷിതമായി പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നാളെ എന്തായാലും നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് മൂലം സമയം കളയണ്ട എന്ന് കരുതി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. പുലർച്ചെ 5 മണിയോടെ ചാല എഴുന്നേറ്റു. 6 മണിയോടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവൾ ഓഫീസിലേക്ക് ഇറങ്ങി. ഓഫീസിലെത്തിയതും അവളെയും കാത്തെന്ന പോലെ അഗ്നി പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളിൽ ഒരു ആന്തലുണ്ടായി. ഈശ്വര, ഞാൻ സമയം വൈകിയോ? അവളുടെ മുഖത്തെ പരിഭ്രമം അഗ്നിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പേടിക്കണ്ട, ഞാൻ അല്പം നേരത്തെ ഇറങ്ങി. ആശ്വാസത്തോടെ അവൾ അവനെ നോക്കി ചിരിച്ചു. എങ്കിൽ കയറ്, ഇനി സമയം വൈകണ്ട, നമുക്ക് വേഗം പോകാം. അതും പറഞ്ഞുകൊണ്ട് അഗ്നി ഫ്രണ്ട് ഡോർ തുറന്നു അവൾക്ക് നൽകി. സർ, ഞാൻ ബാക്കിലിരുന്നോളാം. എനിക്ക് ഫ്രണ്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു അൺകംഫർട്ടബിളാണ് ഫീൽ ചെയ്യുന്നത്. ആ, താൻ ബാക്കിലിരിക്കുമ്പോൾ അതിലും വലിയ അൺകംഫർട്ടബിളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനെന്താ തൻ്റെ ഡ്രൈവറാണോ? ഫ്രണ്ടിലിരിക്കാൻ നോക്കൂ കൊച്ചേ, അഗ്നി അവളോട് പറഞ്ഞു.